കണ്ണൂർ പിണറായിയിൽ സ്ഫോടനത്തിൽ CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നു. വെണ്ടുട്ടായി കനാൽക്കരയിലെ വിപിൻ രാജിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. സ്ഫോടക വസ്തു കയ്യിലിരുന്ന് പൊട്ടുകയായിരുന്നു. വിപിൻ കയ്യിൽ സ്ഫോടക വസ്തു പിടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഫെലിക്സ് വിവരങ്ങളുമായുണ്ട്. ഫെലിക്സ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? മധു, ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടന്നത്. അതായത് CPM പ്രവർത്തകനായ വിപിൻ രാജിൻ്റെ കയ്യിലിരുന്ന് സ്ഫോടക വസ്തു പൊട്ടുകയാണ് ഉണ്ടായിരുന്നത്. എന്ത് തരം സ്ഫോടക വസ്തുവാണ് എന്ന അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. പടക്കം എന്നതാണ് പോലീസ് പ്രധാനമായും പറയുന്നത്. എന്നാൽ മറ്റെന്തെങ്കിലുമാണോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തും. ഇപ്പോൾ ഈ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് ഇത് ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഇയാൾ ഉപയോഗിച്ചത് എന്ന് വ്യക്തമല്ല. ഈ മാലപ്പടക്കത്തിലോ മറ്റോ ഉപയോഗിക്കുന്ന വലിയ തരത്തിലുള്ള ഗുണ്ട് ആണോ എന്നത് സംശയം കൂടിയുണ്ട്. ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം നടക്കുന്നത്. ഈ സ്ഫോടക വസ്തു ഇയാളുടെ കയ്യിൽ നിന്നും പൊട്ടുന്നതിന് തൊട്ട് മുൻപുള്ള ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ചിത്രത്തിൽ ഇയാൾ ഈ സ്ഫോടക വസ്തു കയ്യിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത് ബോംബാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പടക്കമാണോ എന്നതിലാണ് സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. ഏതായാലും പോലീസ് പറയുന്നത് ഇത് ഗുണ്ടാണ്, വലിയ തരത്തിൽ മല പടക്കത്തിലും മറ്റും ഉപയോഗിക്കുന്ന ഗുണ്ടാണ്. അതാണ് ഇയാളുടെ കയ്യിൽ. ബോംബ് സ്ക്വാഡ് സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തി പരിശോധന നടത്തിയ ഒരു സ്ഥിരീകരണം, അതായത് ഒരു സ്ഫോടനം നടന്ന പശ്ചാത്തലത്തിൽ അവർക്ക് വിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. പക്ഷേ ഇപ്പോഴേതായാലും പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം ഇത് പടക്കമാണ് എന്നതാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തരത്തിലുള്ള ഗുണ്ടാണ് എന്നതാണ് ഇപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഫോട്ടോ പുറത്തു വന്നിട്ടുള്ള. ആ ഫോട്ടോയിൽ ഏതായാലും ഇയാൾ ഈ വിപിൻ കൈയിൽ ഈ സ്ഫോടക വസ്തു പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം ഏതായാലും പോലീസ് നടത്തുന്നുണ്ട്. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. വിപിൻ ഈ സംഭവത്തിന് തൊട്ട് മുൻപ് സ്ഫോടക വസ്തു കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷമാണ് സംഭവം ഉണ്ടായത്. കയ്യിലുണ്ടായിരുന്നത് എന്താണ്, എത്രത്തോളം ആഘാതം ആ സ്ഫോടനത്തിൽ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ വരേണ്ടതുണ്ട്. പോലീസ് പറയുന്നത് അതൊരു പടക്കം പോലെ, ഒരു ഗുണ്ട് പോലെയുള്ള ഒരു വസ്തുവാണ് എന്നുള്ളതാണ്. എന്തായാലും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തും. നിലവിൽ പോലീസിന് മൊഴി നൽകിയിട്ടില്ല. ആശുപത്രിയിൽ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഒരു പടക്കമാണ് എന്നാണ്.